empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിഷില്ല പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച പുതിയ നിയമത്തിലെ മഗ്ദലേന മറിയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്തുവിൽ ആയി കഴിഞ്ഞപ്പോൾ തന്റെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്ന മഗ്ദലേന മറിയത്തെ നമ്മൾ കണ്ടു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു എന്ന ഒരു തീർത്ത ഉറപ്പുള്ള ബോധ്യത്തോടെ തന്റെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച മഗ്ദലേന മറിയം തന്റെ പഴയ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളും, ആ ഒരു 7 അശുദ്ധാത്മാക്കൾ ബാധിച്ച അവസ്ഥയിൽ അവൾ നേരിട്ട പ്രതിസന്ധികൾ, അവൾക്കുണ്ടായിരുന്ന അപമാനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ എല്ലാം അങ്ങ് മാറ്റി നിർത്തിയിട്ട് പുതിയ ജീവിതത്തിലേക്ക് പുതിയ കാൽച്ചുവടുകൾ എടുത്തു വെച്ച് കർത്താവിനോട് ഒട്ടിച്ചേർന്ന് വിട്ടുപിരിയാത്ത ഒരു ബന്ധത്തിൽ കർത്താവിനോട് കൂടെ മുന്നേറുന്ന ഒരു മഗ്ദലേന മറിയത്തെ നമ്മൾ കണ്ടത്. എന്റെ പ്രിയ സഹോദരിമാരെ, നമുക്ക് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്ന ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം. നമ്മൾ കണ്ടു, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു എന്ന്. സങ്കീർത്തകനായ ദാവീദ് 71 സങ്കീർത്തനം 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ എപ്പോഴും പ്രത്യാശ ഉള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. ഇവിടെ സങ്കീർത്തകൻ കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു കാര്യമായി പറയുന്നേ. എപ്പോഴും കർത്താവിൽ പ്രത്യാശയുള്ള ഒരു ജീവിതം, മേൽക്കുമേൽ എപ്പോഴും കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയുടെ വലിയ ഒരു പ്രാധാന്യമാണ് ഇവിടെ കാണിക്കുന്നത്. എപ്പോഴും കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട്, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു ജീവിതം. ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പ്രത്യാശ കൈവിടാതെ, നിരാശരായി പോകാതെ, പഴയതെല്ലാം മറന്ന് പുതിയ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ആ ജീവിതത്തിനായി നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച്, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടാകുവാനായി പ്രാർത്ഥിച്ച്, വചനത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ച്, നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഒരേ ആത്മാവോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ ആഹ്വാനങ്ങൾ സ്വന്തമായി സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ. ആത്മാവേ, ഓ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. അഭിഷേകം ചെയ്ത് ഞങ്ങൾ അങ്ങയുടേതാക്കണമേ. ആമേൻ. ശക്തിയാൽ നിറച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പുതിയ സൃഷ്ടിയാക്കണമേ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. അഭിഷേകം ചെയ്തൻ
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങേ ശക്തിയാല് അങ്ങേ കൃപകളാല് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പുതു സൃഷ്ടിയായി കർത്താവിനോട് ചേർന്ന് മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ, വ്യാപരിക്കണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ഞങ്ങളുടെ ഇഹലോക ജീവിതം പൂർത്തീകരിക്കുവാൻ ആവശ്യമായ കൃപകൾ എല്ലാം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. തിരുകുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഈശോയുടെ തിരുഹിതം മാത്രം നോക്കി മുന്നേറുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ, കഴിഞ്ഞ ആഴ്ച മഗ്ദലേന മറിയത്തെക്കുറിച്ച് നമ്മൾ പഠനം ആരംഭിച്ചതാണ്. നമ്മൾ കണ്ടു തൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് എങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് മഗ്ദലേന മറിയം കർത്താവിനോട് ചേർന്നുള്ള ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന്. ആ ഒരു പഴയ ജീവിതത്തിന്റെ യാതൊരു ഇമ്പാക്റ്റും പിന്നീടുള്ള മഗ്ദലേന മറിയത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വിശുദ്ധ ലൂക്കാസ് ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. നമുക്ക് ഒരിക്കൽ കൂടി ആ ഒരു വചനം ശ്രദ്ധിക്കാം. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെയുണ്ടായിരുന്നു. തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, ആ കൂടെ ആ 12 പേരെയും നമ്മുടെ കർത്താവിനെയും അനുഗമിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ മഗ്ദലേന മറിയവും ഉണ്ടായിരുന്നു. യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ദീർഘദൂരങ്ങൾ യാത്ര ചെയ്തപ്പോൾ, യേശുവിനെ അനുഗമിച്ചിരുന്ന 12 ശിഷ്യന്മാരോടൊപ്പം കുറെ കൂടി ആൾക്കാരുണ്ടായിരുന്നു. അതിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഗ്ദലേന മറിയം. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവരുടെ കൂടെ ഒരു സ്ത്രീയായ മഗ്ദലേന മറിയം ഇങ്ങനെ അവരുടെ പുറകെ നടക്കുമ്പോൾ സാധാരണയായി നമ്മളാണെങ്കിൽ തന്നെ എന്ത് പറയും? എപ്പോഴും പുരുഷന്മാരുടെ ഒരു ഗ്യാങ്ങിന്റെ പുറകെ പോകുന്ന ഒരു സ്ത്രീ. പക്ഷേ മഗ്ദലേന മറിയം തൻ്റെ കർത്താവായ സർവശക്തനായ ആ യേശുവിൽ ലയിച്ചാണ് മുന്നോട്ട് പോയത്. ദൈവരാജ്യത്തിന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉള്ള ആ ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ മഹാത്മ്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് മഗ്ദലേന മറിയം കൂടെ പോയത്. ചുറ്റുമുള്ളവർ എന്ത് പറയുമെന്നോ, തന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നോ, എന്തൊക്കെ പറയുമെന്നോ, പരിഹാസങ്ങളോ കുത്തുവാക്കുകളോ ഒറ്റപ്പെടുത്തലുകളോ ഒന്നും മഗ്ദലേന മറിയത്തെ ഏശിയിരുന്നില്ല. കാരണം തന്റെ ലക്ഷ്യം എന്താണെന്ന് മഗ്ദലേന മറിയം തിരിച്ചറിഞ്ഞിരുന്നു. തന്നെ രക്ഷിച്ച, തന്നെ വിമോചിപ്പിച്ച, സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെ കൈപിടിച്ച് നടത്തിയ കർത്താവിനോട് ചേർന്ന് എപ്പോഴും അവനോട് കൂടെ ആയിരിക്കുക. അത് മാത്രമായിരുന്നു മഗ്ദലേന മറിയം ആഗ്രഹിച്ചിരുന്നതും അവളുടെ തുടർന്നുള്ള ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നതും. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം
എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഇതിന്റെ അക്ഷരീകമായ പ്രവർത്തനമാണ് മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. പൗലോസ്ലീഹയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. സാവൂളായിരുന്ന പൗലോസ്ലീഹ തന്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് കർത്താവുമായുള്ള ആ ഒരു എൻകൗണ്ടറിന് ശേഷം പുതിയൊരു വ്യക്തിയായി മാറി. അതാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. തന്റെ പഴയ ജീവിതത്തെ ക്രിസ്തുവിനോട് കൂടി ഞാൻ ക്രൂശീകരിച്ചു. ഇനിയുള്ള എന്റെ ജീവിതം കർത്താവിനോട് ചേർന്നുള്ള ജീവിതമാണെന്ന പൗലോസ്ലീഹ പറയുന്നേ. നമ്മൾ വായിച്ചു കേട്ട വചനത്തിന്റെ അവസാന ഭാഗത്ത് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്: എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വാസം അർപ്പിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഇനിയുള്ള എൻ്റെ ഐഹിക ജീവിതം. നമുക്ക് എത്ര പേർക്ക് ഇത് പറയുവാനായി സാധിക്കും? നമ്മുടെ ഈ ഐഹിക ജീവിതത്തിന്റെ ലക്ഷ്യം എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച എൻ്റെ കർത്താവിന് വേണ്ടിയുള്ളതാണെന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയാൻ സാധിക്കുമോ? ഇതിലേക്കാണ് മഗ്ദലന മറിയം ഇന്ന് നമ്മളെ ക്ഷണിക്കുന്നത്. പൗലോസ്ലീഹ ഇവിടെ ഇത് പറഞ്ഞ് വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തുവല്ല ചെയ്യുന്നേ. തുടർന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം അവിടെ 24-ാം വാക്യത്തിൽ പൗലോസ്ലീഹ വീണ്ടും പറയുന്നുണ്ട്: എന്നാൽ എന്റെ ജീവിതം ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പൗലോസ്ലീഹായ്ക്ക് തന്റെ തുടർന്നുള്ള ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: കർത്താവിൽ നിന്ന് സ്വീകരിച്ച ദൗത്യം അത് പൂർത്തീകരിക്കണം, സുവിശേഷത്തിന് സാക്ഷ്യം നൽകണം, എൻ്റെ വിശ്വാസ ഓട്ടം പൂർത്തിയാക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു പൗലോസ്ലീഹായുടെ തുടർന്നുള്ള ജീവിതം. കർത്താവിനെ കണ്ടുമുട്ടിയ, കർത്താവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ജീവിതത്തിലേക്കാണ്. കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കണം, എൻ്റെ വിശ്വാസ ഓട്ടം വിജയപ്രദമായി പൂർത്തീകരിക്കണം. അതിനായിരിക്കണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോ എഫേർട്ടും പോകേണ്ടത്. ഈ ഐഹിക ജീവിതത്തിലെ നശ്വരമായ നേട്ടങ്ങൾക്ക് പുറകെ നമ്മൾ പരക്കം പാഞ്ഞിട്ട് എന്താണ് നമുക്ക് ലഭിക്കുക? എന്താണെങ്കിലും ഇതിനൊരു അവസാനമുണ്ട്. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയവരുടെ ജീവിതം അവസാനിക്കുന്നില്ല. ആ ജീവിതം കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ മുതൽ അങ്ങോട്ട് നിത്യതയാണ്, കർത്താവിനോട് ഒന്നിച്ചുള്ള ജീവിതമാണ്. ആ ഒരു വിളിക്ക് അനുസൃതമായിരുന്നു പൗലോസ്ലീഹായും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഗ്ദലേന മറിയവും ഒക്കെ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചത്. അവരുടെ ഐഹിക ജീവിതത്തിന്റെ നശ്വരത അവർ തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്നുള്ള ഓരോ നിമിഷവും കർത്താവിന് പ്രയോജനകരമാകുവാൻ തക്കവിധം തങ്ങളുടെ ജീവിതങ്ങളെ അവർ ക്രമീകരിച്ചു. പൗലോസ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. പൗലോസ്ലീഹ പറയുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുകയില്ല എന്ന്. പറയുക മാത്രമല്ല പൗലോസ്ലീഹ ചെയ്യുന്നേ, തന്റെ ജീവിതത്തിലൂടെ അതങ്ങ് ജീവിച്ച് കാണിക്കുകയാണ്. ഇതൊക്കെ സാധിക്കുമെന്ന് നമ്മെ തെളിയിച്ച് കാണിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും, എന്ത് ക്ലേശം വന്നാലും, പട്ടിണി വന്നാലും, ദുരിതം വന്നാലും, എത്രമാത്രം ആപത്തുകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും, ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്
എന്നെ വേർപെടുത്തുകയില്ല എന്നാ പൗലോസ്ലീഹ പറയുന്നേ. വാളും വേർപെടുത്തുകയില്ല എന്ന് പറഞ്ഞ് അവസാനം തന്റെ ശിരസ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി വാളിന് മുൻപിൽ കുനിച്ചു കൊടുക്കുന്ന പൗലോസ്ലീഹായെ നമ്മൾ കാണുന്നേ. ഇതേ അധ്യായത്തിൽ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 38-ഉം 39-ഉം വാക്യങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആ വചനം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഈ കാലത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിൽ എരിയുന്ന ഒരു ഹൃദയത്തെ അല്ലേ നമ്മൾ അവിടെ കാണുന്നേ. എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ, എത്ര നേട്ടങ്ങൾ കിട്ടിയാലും ഇതൊന്നും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുകയില്ല. ഈ ലോകത്തിലുള്ള ഒരു സൃഷ്ടിക്കും കർത്താവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല എന്നാ പൗലോസ്ലീഹ പറയുന്നേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ? അത് നമ്മുടെ ജീവിത പങ്കാളിയാകാം, മക്കളാകാം, നമ്മൾ ഒത്തിരിയേറെ വിലപ്പെട്ടതെന്ന് കരുതുന്ന പലതുമാകാം. അതിനാണോ നമ്മുടെ കർത്താവിനാണോ പ്രാധാന്യം? പറയാൻ വളരെ എളുപ്പമാണ്, ഉത്തരങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ശരിയാണോ? ഇപ്രകാരം ജീവിക്കാനായി എനിക്ക് സാധിക്കുമോ? മറ്റേത് സൃഷ്ടിയെക്കാളും, ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കാൻ, വേർപിരിയാത്തവണ്ണം കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിൽ നിന്ന് നാം ഓടിപ്പോകുന്നുണ്ടോ? പ്രതികൂലങ്ങൾക്ക് മുൻപിൽ കർത്താവിനെ നാം കുറ്റപ്പെടുത്താറുണ്ടോ? ഇതെന്തേ എന്ന് കർത്താവിനോട് ചോദിക്കാറുണ്ടോ? എന്ത് വന്നാലും കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതം. മഗ്ദലന മറിയം എന്തൊക്കെ കേട്ട് കാണും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വ്യക്തികളെ, കർത്താവിനെ അന്ന് രക്ഷകനായി അധികം പേരൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഒരു സാധാരണ യുവാവ്, ആ യുവാവിന്റെ പുറകെ കുറെ ആൾക്കാര്, ആ കൂടെ പോകുന്ന ലോകത്തിന്റെ മുൻപിൽ വലിയ പേരൊന്നുമില്ലാത്ത ദുഷ്ടാത്മാക്കളാൽ നിറയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഗ്ദലന മറിയം എന്ന് നമ്മൾ കണ്ടു. ആ സ്ത്രീ ഈ ഒരു കൂട്ടത്തിൽ പോകുമ്പോൾ അവളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കാണും? നമ്മുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒന്നും അവളെ കർത്താവിൽ നിന്ന് വേർപെടുത്തിയില്ല, ദൂരെ മാറ്റി നിർത്തിയില്ല. അവൾ തൻ്റെ രക്ഷയിൽ, തനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ കർത്താവിനോട് ചേർന്ന് തൻ്റെ ഐഹിക ജീവിതം മുഴുവനും പിന്നീട് കർത്താവിനോടൊപ്പമാണ് കൊണ്ടുപോയത്. നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ കുരിശിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭാഗങ്ങളിൽ അവിടെ ശിഷ്യന്മാർ വരെ കർത്താവിനെ ഉപേക്ഷിച്ചു പോയി. വേണ്ടപ്പെട്ടവരും സ്നേഹിക്കപ്പെട്ടവരും കൂടെ എപ്പോഴും ഉണ്ടായിരുന്നവരും എല്ലാം കർത്താവിനെ ഒറ്റപ്പെടുത്തി. ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് പോലും മഗ്ദലന മറിയം കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ മഗ്ദലന മറിയം എന്താ ചെയ്തേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 55-ഉം 56-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിന്നിരുന്നു. അക്കൂട്ടത്തിൽ മഗ്ദലേന മറിയവും യാക്കോബിന്റെയും ജോസഫിന്റെയും അമ്മയായ മറിയവും സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ അവിടെ കുരിശിൽ തറയ്ക്കുകയാണ്. ഒരു കള്ളൻ എന്ന പോലെ, ഒരു അപരാധി എന്ന പോലെ എല്ലാവരും കർത്താവിനെ കാണുന്ന സമയമാണ്. കർത്താവിനെ എല്ലാവരും കൈവിട്ട ഒരു സമയമാണ്. ശിഷ്യന്മാർ പോലും എപ്പോഴും കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന
ശിഷ്യന്മാർ പോലും കർത്താവിനെ ഉപേക്ഷിച്ചു പോയ സമയമാണ്. അപ്പോൾ വരെയും മഗ്ദലന മറിയം അവിടെ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതായിരുന്നു അവൾക്ക് തൻ്റെ സ്വാതന്ത്ര്യം നൽകിയ, തന്നെ രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തിയ തൻ്റെ സർവശക്തനായ ദൈവത്തോടുണ്ടായിരുന്ന ഒരു സ്നേഹം, ആ ഒരു കമ്മിറ്റ്മെന്റ്. എന്ത് പ്രതിസന്ധി വന്നാലും കർത്താവിനെ വിട്ടുപിരിയാത്ത ഒരു സ്നേഹം. മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നതും ഈ ഒരു വിട്ടുപിരിയാത്ത സ്നേഹത്തിന്റെ പ്രാധാന്യമാണ്. ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നല്ലതായിക്കൊള്ളട്ടെ, ചീത്തയായിക്കൊള്ളട്ടെ, പ്രതിസന്ധികൾ നിറഞ്ഞതായിക്കൊള്ളട്ടെ, നേട്ടങ്ങൾ കൊയ്യുന്നതായിക്കൊള്ളട്ടെ, എന്താണെങ്കിലും കർത്താവിനെ വിട്ടുപിരിയാത്തൊരു ജീവിതം, അതാണ് നമുക്ക് ആവശ്യം. അവിടെ കൊണ്ട് തീർന്നില്ല മഗ്ദലന മറിയത്തിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ പ്രകടനങ്ങൾ. വീണ്ടും കർത്താവിനെ കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. കുരിശിൽ നിന്ന് ഇറക്കി തീർത്തും ദൈവപുത്രൻ എന്ന് വിചാരിക്കാൻ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ യാതൊരു തെളിവുകളും പിന്നെയില്ല. മരിച്ച് കല്ലറയിലേക്ക് അടക്കാൻ കൊണ്ടുപോകുമ്പോൾ പോലും മഗ്ദലന മറിയം കർത്താവിനെ വിട്ടുപിരിയുന്നില്ല. അപ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹത്തെയാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, അവിടെ 47-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദലേന മറിയവും യോസയുടെ അമ്മയായ മറിയവും കണ്ടു. ആ സംസ്കരിച്ച സമയം വരെയും നമ്മൾ കണ്ടു, കുരിശിൻ ചുവട്ടിൽ മഗ്ദലേന മറിയം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്കരിക്കുന്ന സമയം വരെയും വിട്ടുപിരിയാതെ അവൾ കൂടെ നിൽക്കുകയാണ്. കർത്താവിനോടുള്ള സ്നേഹം അത്രമാത്രം ഡീപ്പായിട്ട് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. തുടർന്ന് മത്തായി ശ്ലീഹ വീണ്ടും കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 61-ാം വാക്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരുന്നിരുന്നു. ഈശോയെ അവിടെ സംസ്കരിച്ച ശേഷം കല്ലറയിൽ കല്ലൊക്കെ ഉരുട്ടി വെച്ച് എല്ലാവരും അവിടെ നിന്ന് പോയി. എന്നാൽ അപ്പോഴും മഗ്ദലേന മറിയം അവിടെ നോക്കിയിരിക്കുകയാണ്. കർത്താവിനെ വിട്ടുപിരിയാൻ അവൾക്ക് സാധിക്കുന്നില്ല. ആ ഒരു കർത്താവിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയ സഹോദരിമാരെ. ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കടന്നു വരാൻ, എന്തു വന്നാലും മുന്നിൽ ഒന്നുമില്ല, ശൂന്യതയാണ്. താൻ ഇത്രയും നാൾ പുറകെ വന്ന കർത്താവിനെ മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും അവൾ വിട്ടുപിരിയാതെ കർത്താവിനോട് ചേർന്ന് അവിടെ ഇരിക്കുകയാണ്. സാഹചര്യങ്ങളിലേക്കല്ല അവൾ നോക്കിയേ, അവളുടെ ഉള്ളിൽ അത്രമാത്രം ഉറച്ച ബോധ്യമുണ്ടായിരുന്നു കർത്താവ് ആരാണെന്നത്. യേശു ലോകരക്ഷകനാണെന്നും ദൈവപിതാവിന്റെ പുത്രനാണെന്നും ഒക്കെ അവൾ അറിഞ്ഞിരുന്നിരിക്കണം. അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റുമോ? കർത്താവിന്റെ കല്ലറയിൽ നോക്കിയിരിക്കുന്ന മഗ്ദലേന മറിയത്തെ നമ്മൾ കാണുന്നേ. നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് നോക്കിയേ പ്രിയ സഹോദരിമാരെ. ഈ വക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുൻപിൽ വരുമ്പോൾ, ഇവിടെ മഗ്ദലേന മറിയത്തെ സംബന്ധിച്ച് ഇനി മുൻപോട്ട് ഒന്നുമില്ല. താൻ ഫ്രീ ആയ ആ നിമിഷം മുതൽ തൻ്റെ മേൽ നിന്ന് ആ പിശാചുകളെല്ലാം പുറത്താക്കി ലോകത്തിൽ സമൂഹത്തിൽ ജീവിക്കാൻ തനിക്ക് സാധിക്കും എന്നായ ആ നിമിഷം മുതൽ അവളുടെ ജീവിതം സുവിശേഷ വേലയ്ക്കായിട്ടായിരുന്നു, കർത്താവിന്റെ രാജ്യ വിസ്തൃതിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുകയാ. കർത്താവിനെ അവർ കല്ലറയിൽ അടക്കം ചെയ്തു. ഇനി അവൾക്ക് എന്താ ഉള്ളേ? പക്ഷെ അപ്പോഴും കർത്താവിനെ വിട്ടുപിരിയാത്ത ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രകടമാക്കേണ്ടത് ഈ ഒരു സ്നേഹത്തെയാ. കർത്താവിനോടുള്ള ആ ഒരു സ്നേഹത്തിന് പ്രതിഫലം എന്താ ലഭിച്ചത് എന്നാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. വിട്ടുപിരിയാതെ കർത്താവിന്റെ കൂടെ നടക്കുന്നവർ വെറുതെ ലജ്ജിതരായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. തക്കതായ പ്രതിഫലങ്ങൾ അവരെ കാത്തിരിക്കുകയാണ്. എല്ലാറ്റിലും ഉപരി വാഗ്ദാനത്തിന് അവകാശികളായി അവർ മാറുന്നു. പക്ഷേ ഈ ലോക ജീവിതത്തിൽ തന്നെ തങ്ങളുടെ നിലപാടുകൾക്ക് വ്യക്തമായ പ്രതിഫലങ്ങൾ അവർക്ക് ലഭിക്കും. ഇതാണ് അടുത്ത എപ്പിസോഡുകളിലൂടെ നമ്മൾ കാണുവാനായി പോകുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ, സഭയിലേക്ക് നോക്കുമ്പോൾ ഒക്കെ എല്ലായിടത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ എപ്പോഴും എല്ലാവരും ഉയർത്തുന്നൊന്നുമില്ല. പക്ഷേ കർത്താവിനെ എല്ലാവരും കുറ്റം പറയുമ്പോഴും സഭയെ കുറ്റം പറയുമ്പോഴും നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ?
വിട്ടുപിരിയാത്തൊരു സ്നേഹം പ്രകടമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നും ആ ഒരു ശക്തി നമുക്ക് സ്വീകരിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് എൻ്റെ പ്രിയ സഹോദരിമാരെ, ഈ ഒരു കർത്താവിനെ വിട്ടുപിരിയാത്ത സ്നേഹത്തിനായി നമുക്ക് ആത്മാർത്ഥമായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും, എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും കർത്താവിനെ വിട്ടുപിരിയാതെ, കർത്താവിന്റെ സഭയെ വിട്ടുപിരിയാതെ ചേർന്ന് നിൽക്കുവാനുള്ള ഒരു കൃപ, ആ ഒരു അഭിഷേകത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. തന്ന ആഹ്വാനങ്ങൾക്കായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ആയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നൽകുന്ന ആഹ്വാനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഹല്ലേലൂയ ഈശോയേ. ഇന്നയോളം എന്നെ നടത്തി, ഹല്ലേലൂയ. ഇന്നയോളം എന്നെ പുലർത്തി. ഈശോയേ. എന്റെ യേശു എത്ര നല്ലവൻ, ഹല്ലേലൂയ. അവൻ എന്നെന്നും മതിയായവൻ. ആമേൻ കർത്താവേ. എന്റെ യേശു എത്ര നല്ലവൻ, ഈശോയേ. അവൻ എന്നെന്നും മതിയായവൻ. എല്ലാറ്റിനും മതിയായവനായ നല്ലവനായ കർത്താവേ. ആമേൻ, ആമേൻ ഈശോയേ. തിരുമാറിൽ ഞാൻ അണയും കർത്താവേ. ഹല്ലേലൂയ. വിശ്വസ്തനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തനായ നല്ലവനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സ്നേഹത്തോടെ ഞങ്ങളെ കൊണ്ടു നടക്കുന്നതിനായി, അങ്ങയുടെ മാർവിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനായി കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരിമാരെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളെല്ലാം നിരന്തരം നയിക്കട്ടെ. കർത്താവിൻ്റെ ആഹ്വാനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കർത്താവ് എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുക. പ്രാർത്ഥന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.